റിലേഷൻഷിപ്പ് ആൻഡ് ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ബിസിനസ് കാരണം ഒറ്റയ്ക്കൊന്നും ബിൽഡ് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആൾക്ക് എന്തായാലും മറ്റുള്ള ആൾക്കാരെ റിലേ ചെയ്യണം. റിലേ ചെയ്യാതെ ആൾക്ക് എന്തായാലും ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. സപ്പോസ് ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡിയോന്റെ കേസ് പറയുകയാണെങ്കിൽ സ്റ്റുഡിയോ നമ്മളെല്ലാം ഡ്രസ്സ് പർച്ചേസ് ചെയ്യും ഇല്ലേ? ഈ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് ആ ബിസിനസ് സക്സസ്ഫുൾ ആയി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് ആ ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ റോ മെറ്റീരിയൽസ് അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ആ റോ മെറ്റീരിയൽസ് അവർ എന്ത് ചെയ്യണം, ലൈക്ക് ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് മാറ്റാൻ ടീമിനെ റിലേ ചെയ്യണം. ആ ഫിനിഷ് ചെയ്ത ലൈക്ക് ഗുഡ്സ്, അതായത് ഈ ഷർട്ട് അല്ലെങ്കിൽ പാന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള അവരുടെ എല്ലാ ഔട്ട്ലെറ്റിലോട്ടും എത്തണമെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങളോട് അവർക്ക് റിലേ ചെയ്യണം. സോ ഇങ്ങനെ എല്ലാ ഭാഗത്തും കോർഡിനേഷനും കോപ്പറേഷനും കിട്ടുകയാണെങ്കിൽ മാത്രം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റുഡിയോ എന്നൊരു ബ്രാൻഡ് സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റുഡിയോ എന്നൊരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ലൈക്ക് ഒരു കേസ് ഇമാജിൻ ചെയ്യാം. സപ്പോസ് ഇപ്പോ നമ്മുടെ സ്റ്റുഡിയോയില് അവരുടെ റോ മെറ്റീരിയൽസ് അവര് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സ്റ്റുഡിയോയ്ക്ക് പകരം അവര് ട്രെൻഡ്സിലോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ബിസിനസ് കൊളാപ്സ് ആവും. സോ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ബിൽഡ് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വാട്ട് ഐ ബിലീവ് ഈസ് ലൈക്ക് ഇവിടെ നമ്മളിലുള്ള 33 ആൾക്കാർ, ഈ 33 ആൾക്കാരും ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ അല്ല. 33 പേർക്ക് 33 സർക്കിളാണ്, ലൈക്ക് 33 നെറ്റ്വർക്കാണ്. എനിക്ക് എന്റേതായ സർക്കിൾ ഉണ്ട്, എനിക്ക് എന്റേതായ നെറ്റ്വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഫവാസിന്റെ സർക്കിൾ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും ഓരോ സർക്കിൾ ഉണ്ട്. ഓക്കെ, ഈ സർക്കിളിൽ എല്ലാവർക്കും ഈ BNI ചാപ്റ്ററുള്ള ആൾക്കാർക്ക് പരസ്പരം നല്ല രീതിയിൽ ബിസിനസ് കൊടുക്കാൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ലൈക്ക് കണക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ ആ കണക്ഷൻസ് നമുക്ക് എങ്ങനെ ബിസിനസ്സിലോട്ട് എടുക്കാം എന്നുണ്ടെങ്കിൽ ആ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വി നീഡ് പ്രോപ്പർ ഒരു ഗുഡ് ഹെൽത്തി റിലേഷൻഷിപ്പ് ആവശ്യമാണ്. ഓക്കെ, സോ BNI റിലേഷൻഷിപ്പ് നമ്മുടെ ബിസിനസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ചെയിൻ റിയാക്ഷൻ മെത്തേഡ്. ചെയിൻ റിയാക്ഷൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കൃഷ്ണകുമാരേട്ടൻ ആളുടെ ഇന്ത്യൻ വർക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്തുകൊണ്ട് പോയിരുന്നു. അപ്പൊ ജാബിർക്ക ആളുടെ റിലേറ്റീവിനെ കണക്ട് ചെയ്തു. റിലേറ്റീവിനെ കണക്ട് ചെയ്തതിനു ശേഷം അവിടെ കൃഷ്ണകുമാരേട്ടൻ ബിസിനസ് കിട്ടി. പിന്നെ അതിനുശേഷം കൃഷ്ണകുമാരേട്ടൻ അവിടെ നല്ല ബിസിനസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ലൊക്കാലിറ്റിയുള്ള ബിസിനസ് എല്ലാം കിട്ടുന്ന ജാബിർക്ക പറഞ്ഞു. ശരിയല്ലേ? ഓക്കെ, സോ ഇതുപോലെയാണ് ചെയിൻ റിയാക്ഷൻ. ഒരു റെഫറിൽ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരാളെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ അത് അയാൾക്ക് ആ ബിസിനസ്സിൽ വേറെ ബിസിനസ്സും കിട്ടും. ഓക്കെ, ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ലൈക്ക് സൈലന്റ് മാർക്കറ്റിംഗ് ടീം. ഇവിടെയുള്ള 33 ആൾക്കാരും നമ്മളുടെ ഈ 33 പേരുടെ ബിസിനസ്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് പുറമെ അവരുടെ സർക്കിൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഞാൻ തന്നെ പല ഭാഗത്തും പോകുന്ന സമയത്ത് ഞങ്ങളുടെ കോമൺ ടോപ്പിക്സിലോട്ട് ബിസിനസ് കയറി വരാനാണ്. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ കയറി വന്നൊരു ബിസിനസ്സാണ് കൃഷ്ണകുമാരേട്ടന് കിട്ടിയത്. അതുപോലെ തന്നെ ഫവാസിന് കിട്ടുന്നത്. അതുപോലെ തന്നെ അന്ന് ജെനു പറഞ്ഞിട്ടുണ്ടായിരുന്നു